ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് അബുൽ കലാം ആസാദ് അഥവാ മൗലാന അബുൽ കലാം മുഹിയുദ്ദീൻ അഹമ്മദ്. ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല സ്കൂളുകളിലാണെന്ന് പറഞ്ഞ അബുൽ കലാം ആസാദ് കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പൂർണ്ണ ബോധവാനായിരുന്നു. സാർവത്രികവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം, സാങ്കേതികത, സാക്ഷരത എന്നിവ ഇന്ത്യയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി കണ്ട രാജ്യത്തിന്റെ ആ നേട്ടങ്ങൾ കൈവരിക്കാൻ അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി കൊണ്ടാടുന്നു. രാജ്യത്തിന്റെ വികസനം പൂർണ്ണമാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 1946 നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 1958 മരണം വരെ തൽസ്ഥാനത്ത് തുടർന്നു. മൗലാന അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് 1953 UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന് രൂപം നൽകിയത്. 1956 ഔദ്യോഗികമായി UGC നിലവിൽ വന്നു. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിയമിച്ചതും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപിച്ചതും അദ്ദേഹമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാ സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിന്റെ പരിഷ്കരണങ്ങൾ എത്തി. 1953 രൂപം കൊണ്ട സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന IIT എന്ന ആശയവും ആ പേരും മൗലാന അബുൽ കലാം ആസാദിന്റെ സംഭാവനയാണ്. ഇസ്ലാം മതത്തെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആഴത്തിൽ അവഗാഹം നേടിയ മതപണ്ഡിതനായിരുന്നു അദ്ദേഹം. തർജുമാനുൽ ഖുർആൻ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ്. അറബിക്, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, പേർഷ്യൻ, ബംഗാളി തുടങ്ങിയ ഭാഷകൾ അദ്ദേഹത്തിന് വശമുണ്ട്. അബുൽ കലാം എന്ന പേരിനെ അനർത്ഥമാക്കും വിധം നല്ല ഒരു തർക്കശാസ്ത്ര വിദ്വാൻ കൂടിയാണ് അദ്ദേഹം. ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്.